അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇത് നമ്മളെ ഹർഷദ് ഹിക്കിമിയാണ്. ഇത് എവിടുന്ന് ഇറങ്ങുന്നെന്ന് അറിയാലോ? ഫൈസൽ മൗലവിയുടെ ഗുരുനാഥനായ ഫൈസൽ മൗലവിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തെല്ലാം അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും അറിഞ്ഞുകൊണ്ടോ അല്ലാഹു ആലം അറിയാതെയോ എന്താ ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹം പറയുന്ന ഓരോന്നെടുത്ത് നോക്കാം. അദ്ദേഹം എന്താ പറയുന്നത്? ഹർഷദ് ഹിക്കിമി എന്താ പറയുന്നത്? ഇതൊക്കെയാണ് മുജാഹിദ് ബാലുശ്ശേരി ഷെയർ ചെയ്യുന്നത്. അതാണ് അത്ഭുതം. പഠിച്ചോന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാം. ഞങ്ങൾക്ക് ഏത് വിഷമത്തിലും ബുദ്ധിമുട്ടിലും അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ വിളിച്ചു തേടുകയുള്ളൂ, അള്ളാഹുവിനോട് തേടണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അള്ളാഹ് മതി ഞങ്ങൾക്ക്. ഇതിലാർക്കാ തർക്കം? സമസ്തക്കാർക്ക് തർക്കണ്ടപ്പതിൽ? സമസ്തക്കാരോട് ചോദിച്ചു നോക്കിയേ, അവർ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഞങ്ങൾക്ക് അള്ളാഹ് മതി, അതിലൊരു സംശയമില്ല എന്ന് പോലും പറയാം. വിസ്റ്റംകാരും അതന്നെ പറയാം. ഇവിടെ അതല്ല വിഷയം. ഹർഷദ് ഹിക്കിമി ഇത് കൊണ്ടു നടക്കുന്ന മസ്റ്റ് വിസ്റ്റംകാരെ, നേതാക്കളെ, മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ളവരെ കേട്ട് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇട്ടു തന്നില്ലേ? ചോദിക്കട്ടെ നിങ്ങളോട്, അള്ളാഹിനോട് ഏതോടുള്ളൂ, അല്ല മതി, ഇന്ന് വേണ്ട, അതൊക്കെ ശരിയാ. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഒരു മനുഷ്യൻ ജിന്നിനെ വിളിച്ചങ്ങ് സഹായം തേടിയാലോ, ഒരു വിഷമത്തിലോ പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ അകപ്പെടുന്ന ഒരു മനുഷ്യൻ എവിടെ നിന്നാകട്ടെ, പുഴയിലാകട്ടെ, മരുഭൂമിയിലാകട്ടെ, അല്ലെങ്കിൽ വിജനപ്രദേശത്താകട്ടെ, എവിടെയാകട്ടെ, ഒരു വിഷമത്തിലോ ഒരു പ്രയാസത്തിലോ അവൻ അകപ്പെട്ടു. ആ മുൽത്തറായ മനുഷ്യൻ ജിന്നിനെ വിളിച്ച്, എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടാകാമെന്ന് ഊഹിച്ചുകൊണ്ട് ആ ജിന്നിനോട് അവൻ്റെ കഴിവിൽപ്പെട്ടു എന്ന് അവൻ വിശ്വസിക്കുന്ന ആ സഹായങ്ങൾ ആ ജിന്നിനോട് തേടിയാൽ അത് ശിർക്കാണെന്ന് പറയാൻ ഹർഷദ് ഹിക്കിമി താങ്കൾക്ക് സാധിക്കുമോ? മുജാഹിദ് ബാലുശ്ശേരി താങ്കൾക്ക് സാധിക്കുമോ? ഇതെല്ലാം പോസ്റ്റ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിസ്തത്തിന്റെ പണ്ഡിതന്മാരിലെ പ്രവർത്തകരിലെ ഒന്ന് വിളിച്ച് ചോദിക്കണം എൻ്റെ പ്രവർത്തകരെ. ഈ ഹർഷദ് ഹിക്കിമിയോട്, അവിടെ നിന്ന് പഠിച്ച ഫൈസൽ മൗലവി, പഠിപ്പിച്ചു കൊടുത്ത ഫൈസൽ മൗലവിയോട്, ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളോട് നമ്മുടെ തർക്കം ഇതാണ്. ആ തേട്ടം ശിർക്കാണോ? ആ തേട്ടം ഇസ്ലാമിലെ ഇബാദത്താകുന്ന തേട്ടമാണോ? അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് വകവെച്ച് നൽകുന്നതാണോ? അതിൻ്റെ ഹുക്കുമെന്ന് പറയൂ നിങ്ങൾ. ഒന്നും കൂടി പറഞ്ഞു തരാം. ഒരു വിഷമത്തിലോ പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ അകപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ എവിടെയാകട്ടെ, മരുഭൂമിയിലാകട്ടെ, വിജനപ്രദേശത്താകട്ടെ, പുഴയിലാകട്ടെ, ആകാശത്തിലാകട്ടെ, എവിടെയാകട്ടെ, അങ്ങനെ അവൻ ഒരു വിഷമത്തിലകപ്പെടുന്നു. അവിടെ അവൻ വിചാരിക്കുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടാകാം, ഊഹം. എന്നിട്ട് ആ ജിന്നിനെ ഞാൻ വിളിച്ചു തേടിയാൽ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഊഹം എന്തോ ആകട്ടെ. എന്നിട്ട് അവൻ ആ വിശ്വാസത്തിൽ ആ ജിന്നിനെ വിളിച്ച് സഹായം തേടുന്നു. ആ സഹായത്തേട്ടം ശിർക്കാണെന്ന് പറയാൻ ഈ ഹർഷദ് ഹിക്കിമിക്ക് കഴിയുമോ? ഫൈസൽ മൗലവിക്ക് കഴിയുമോ? മുജാഹിദ് ബാലുശ്ശേരിക്ക് കഴിയുമോ? ഹുസൈൻ സലഫിക്ക് മനസ്സിൽ അത് ശിർക്കാണെന്നുണ്ട്, വെളിയിൽ പറയാൻ കഴിയില്ല. കുഞ്ഞു മുഹമ്മദ് മദനിക്ക് അത് ശിർക്കാണെന്നറിയാം, വെളിയിൽ പറയാൻ ധൈര്യമില്ല. CP സലീമിനും അത് ശിർക്കാണെന്നറിയാം, വെളിയിൽ പറയാൻ ധൈര്യമില്ല. PN അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് അത് ശിർക്കാണെന്നറിയാം, വെളിയിൽ പറയാൻ ധൈര്യമില്ല. അത് ശിർക്കല്ലെന്ന് പറയുന്നവർക്ക് ഓശാന പാടുകയും അവരുടെ കൂടെ നിൽക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാമിന്റെ വിധി അവരും അവിശ്വാസക്കാർ തന്നെ. ഇത് ശിർക്കാണെന്ന് പറയണം. ഇതാണ് ഇവിടെ മുജാഹിദുകൾ പറയുന്നത് ശിർക്കാണ്. അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിക്കോളൂ. അല്ലാതെ ഞങ്ങൾ അള്ളാഹിനോട് തേടുള്ളൂ, ഞങ്ങൾക്ക് അള്ളാഹ് മതി, ഞങ്ങൾ അള്ളാഹിനോട് തേടാൻ പറയാം, ശരിയാ, അതിലൊന്നും ഒരു സംശയമില്ല. സമസ്തക്കാരും പറഞ്ഞ തന്നെയാണ്. സമസ്തക്കാർ പറഞ്ഞെന്താ? മരണപ്പെട്ടു പോയ അമ്പിയാവുലിയാക്കന്മാരുടെ അർവാഹുകളോട് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് തേടുന്നു. നിങ്ങളാണെങ്കിലോ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ജിന്നുണ്ടാകാമെന്ന് കരുതി ജിന്നിന്റെ കഴിവിൽപ്പെട്ട സഹായമാണെന്ന് നനച്ചുകൊണ്ട് ജിന്നിനോട് തേടുന്നു. രണ്ടു കൂട്ടരും പറയുന്നു അതിൽ പ്രാർത്ഥനയില്ല, അതുകൊണ്ട് അത് ശിർക്കുമല്ല. നിങ്ങളും വിസ്റ്റവും ഒരുപോലെ, സമസ്തയും വിസ്റ്റവും ഒരുപോലെ ശിർക്കിലാണെന്ന് മുജാഹിദുകൾ പറയുന്നു. ഇതിലെവിടെയാ കുഴപ്പം? കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓതാനുള്ള ആയത്തൊന്നു തന്നെ. ഇൻദദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇൻദദൂഹും, നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ, ഇസ്തിഗാസ നടത്തിയാൽ, പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ, എന്തോ ആകട്ടെ, ലാ യസ്മഉ ദുആക്കും, നിങ്ങളെ വിളി അവർ കേൾക്കൂല. കേൾക്കാകുകയില്ല എന്ന് മാത്രമല്ല, വലൗ സമീഉ, ഇനി കേട്ടവരുണ്ടോ? ജിന്നിനെ വിളിച്ചവരുണ്ടോ? മലക്കിനെ വിളിച്ചവരുണ്ടോ? അങ്ങനെ കേട്ടാലും ശരി, വലൗ സമീഉ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകൂല. ഉത്തരം നൽകില്ലെന്ന് മാത്രമല്ല, ആ വിളി എന്താണ്? വയൗമൽ ഖിയാമത്തി യക്ഫറൂന ബിശിർക്കിക്കും, അത് ഖിയാമത്ത് നാളിലുള്ള അവിടെ വരുമ്പോൾ ആ വിളി എന്താണ്? ശിർക്കാണ്. ഞാൻ തങ്ങൾക്ക് അറിയേണ്ടത് അതിനെപ്പറ്റിയാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ ഈ പൊട്ടീസാക്കി ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഹിക്കിമി, ഹർഷദ് ഹിക്കിമി, അത് പറ്റൂല.
ഇവിടുത്തെ തർക്കം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബൗദികമായ ജിന്ന് പിശാചുക്കളോട് മനുഷ്യൻ സഹായം തേടിയാൽ അതെല്ലാം ശിർക്കാണെന്ന് വിശ്വസിക്കണം. പ്രാർത്ഥന ആണെങ്കിൽ ശിർക്കെന്നല്ല, ആ സഹായത്തേട്ടങ്ങളെല്ലാം പ്രാർത്ഥനയാണ്, അത് ശിർക്ക. കാരണം എന്താ? നിങ്ങൾ വിളിച്ചു തേടുന്നത് ഉത്തരം കിട്ടാനാണ്. ഉത്തരം കിട്ടാൻ പിന്നും പിശാചുക്കളോട് തേടിയാൽ ഉത്തരം കിട്ടില്ല, അത് ശിർക്കാണെന്ന് വിശ്വസിക്കണം. അവിടെ അള്ളാഹിനെ വിളിച്ച് തേടേണ്ട തേടാ. നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഹുസൈൻ സലഫി? മനുഷ്യന്റെ കഴിവ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ പിന്നെ വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രം. അവിടെ ജിന്നിനെ വിളിച്ചു തേടിയാൽ അവൻ മുശ്രിക്ക് വിശ്വാസം, മലക്കിനെ വിളിച്ചാലും ബിംബങ്ങളെ വിളിച്ചാലും മുരീശക്കിനെ വിളിച്ചാലും ആരെ വിളിച്ചാലും അത് ശിർക്കാണ്. അവിടെ അള്ളാഹിനെ വിളിക്കേണ്ടത് മനുഷ്യന്റെ കഴിവ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ അള്ളാഹിനെ വിളിച്ചു തേടണം. നിങ്ങളോ ജിന്നിനെ വിളിച്ച് തേടുന്നില്ലെങ്കിലും ഇപ്പൊ പറയുന്നു തേടിയാൽ ശിർക്കാകൂല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തേടുന്നവന്റെ വിധി തന്നെയാണ്. തേടിയാൽ ശിർക്കല്ലെന്ന് വിശ്വസിച്ചാൽ തേടുന്നവന്റെ വിധി തന്നെ. മനസ്സിലായോ? ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് തേടിയാൽ ശിർക്കല്ലെന്ന വിശ്വാസം, ആ ശിർക്കെന്ന വിശ്വാസം വിളിച്ചു തേടുന്നവന്റെ വിധിയാ. മുരീശക്കെ വിളിച്ച് തേടിയാൽ ശിർക്ക, വിളിച്ചു തേടൊന്നും വേണ്ട, വിളിച്ചു തേടിയാൽ അത് ശിർക്കല്ലെന്ന് ചോദിച്ചാലോ അവൻ ശിർക്കിന്റെ വിധി തന്നെ. അതുകൊണ്ടാണ് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നറിയാത്ത സഹായം, ആരിൽ നിന്നാണെന്നറിയാത്ത സഹായം, എങ്ങനെ ലഭിക്കുന്നു എന്നറിയാത്ത സഹായം, നമ്മളെ സംബന്ധിച്ച് തികച്ചും അദൃശ്യം അഭൗതികമായി നമ്മൾ തേടുന്ന സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കണമെന്ന് ഇക്കണ്ട കാലം മുജാഹിദുകൾ പറഞ്ഞത്. അത് ജിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർ മുശ്രിക്കൻ വിശ്വാസക്കാരാണ്. മരണപ്പെട്ടവരുടെ അർവാഹുവിൽ പ്രതീക്ഷിക്കുന്നവർ മുശ്രിക്കൻ വിശ്വാസക്കാരാണ്. അത് ബിംബങ്ങളോടോ വിഗ്രഹങ്ങളോടോ സൂര്യനോടോ ചന്ദ്രനോടോ ആ രീതിയിൽ ആരോട് ബിംബങ്ങൾ ഏതിനോടാകട്ടെ അവരോട് പ്രതീക്ഷിക്കുന്നവർ എന്താണ്? മുശ്രിക്കൻ വിശ്വാസക്കാരാ. അത് അള്ളാഹുവിനോട് പ്രതീക്ഷിക്കുന്നവരോ മുസ്ലിമീങ്ങളാ. ഇനി അങ്ങനെ തേടിയില്ല ഇവരാരും, എന്നാലും രക്ഷപ്പെടൂല. ആ തേടുന്നതെല്ലാം ശിർക്കാണ്. അവരോട് അങ്ങനെ തേടിയാൽ അത് ശിർക്കാണെന്ന് വിശ്വസിക്കണം. ശിർക്കായ ഒരു കാര്യം ശിർക്കല്ലെന്നുള്ള വിശ്വാസവും ശിർക്കാണ്. അതുകൊണ്ട് ഈ അർഷദീക്കും ഈ മുജാഹിദ് ബാലിശി ഈ വിസ്തംകാർ ഇതൊന്നും കൊണ്ടുവന്നിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ 3 സംവാദം നടത്തിയിട്ടുണ്ടല്ലോ, അതെന്തിനാ? ജിന്നു പിശാചുക്കളോട് നമ്മൾ സഹായം തേടിയാൽ, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ ബോധ്യമായ ജിന്നു പിശാചുക്കളോട് നമ്മൾ സഹായം തേടിയാൽ അതെല്ലാം ശിർക്കാകൂല, ശിർക്കാകാത്തതുണ്ട് എന്ന് പറയാനാണ് നിങ്ങൾ സംവാദം നടത്തിയത്. അള്ളാഹിന്റെ ദുനിയാവിലെ ലോകത്ത് ഒരു ഇമാം ഖുർആൻ ആയത്തോ ഒരു ഹദീസോ ഒരു മുഫസ്സിറിനെ നിങ്ങൾക്ക് അതിന് കൊണ്ടുവരാൻ പറ്റൂല. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്തിനാ? കേരള ജമിയത്തുൽ ഉലമ ജിന്നു പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തോട്ടും ശിർക്കാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ശിർക്കാകൂല അതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അതാ അവിടുത്തെ വിഷയം. അല്ലാതെ ഞങ്ങൾ അള്ളാഹിനോടെ പാടുള്ളൂ, ഞങ്ങൾ തൗഹീദ് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എവിടുന്ന് അള്ളാഹിനെ വിളിക്കണം എന്ന് പഠിപ്പിച്ച മനുഷ്യനാ. അയാൾ ജിന്നിനെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് കളവ് പറയണ്ട. മനസ്സിലായോ?